Hi everyone, this is Jebin Sir from Evika. iOS 27 റിലീസ് ആയപ്പോഴത്തേക്കും എല്ലാവരും കാത്തിരുന്നത് പുതിയ സിറിനെ സിറി എ ഹാൻഡ്സ് ഓൺ ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുതിയ സിറിനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ ആപ്പിളിലെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അറിയാണ്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കിട്ടുന്ന വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ജെബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം സിറിയുടെ കുറച്ച് ബേസിക് സെറ്റിങ്സ് നമുക്ക് നോക്കാം. സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിലേക്ക് പോയി കഴിയുമ്പോൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു പുതിയ ലോഗോയും സിറി എന്നുള്ള പേര് നമുക്ക് കാണാം. നേരത്തെ ആപ്പിൾ ഇൻ്റലിജൻസ് പ്ലസ് സിറി ആയിരുന്നു, ഇപ്പോൾ ജസ്റ്റ് സിറി എന്നൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ബേറ്റയാണ്. ഇവിടെ നമുക്ക് കുറേ പേർക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഇപ്പോഴും കാണുന്നുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് പതുക്കെയാണ് കുറേ പേർക്ക് മാറുന്നത്. ഈ പറഞ്ഞ സിറിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ സിറിക്ക് ഒരു കംപ്ലീറ്റ് ഐഡിയയും അതോടൊപ്പം ബ്രെയിൻ വർക്കിംഗ് ചെയ്യണമെങ്കിലും ഈ ഡിവൈസിൻ്റെ ഇൻഡെക്സിങ് കംപ്ലീറ്റ് ആവണം. അതെന്തായാലും ഓർത്ത് വെക്കുക. കാരണം ഇൻഡെക്സിങ്ങിലാണ് നമ്മുടെ ഇമെയിൽ, അതോടൊപ്പം മെസ്സേജ്, ഫോട്ടോസ് എന്നീ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് ഡിവൈസിന് കിട്ടുക. അതുകൊണ്ട് ചില സമയത്ത് സിറി ഇപ്പോഴും കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളുടെ റെസ്പോൺസ് അൺഇവനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. WW27 കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടായ സംശയമായിരുന്നു iPhone 17 നമുക്ക് കുറേ സിറി ഫീച്ചേഴ്സ് വരില്ലേ, iOS 27 നമുക്ക് ഈ പറഞ്ഞ പ്രോമിസ് ചെയ്ത ഫീച്ചേഴ്സ് iPhone 16, iPhone 15 Pro എന്നീ പറഞ്ഞ ഡിവൈസുകൾക്ക് വരില്ലേ എന്നൊക്കെ കുറേ പേര് ചോദിച്ചപ്പോഴും നമുക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഓൺ ഡിവൈസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് സിറിയുടെ വോയിസിൻ്റെ റെസ്പോൺസ് ആണ്. സെറ്റിങ്സിൽ ഈ പറയുന്ന നമ്മുടെ സിറിയുടെ ഓപ്ഷനിൽ റെസ്പോൺസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. വോയിസിൽ റെസ്പോൺസ് എന്ന ഓപ്ഷൻ ഉണ്ടോ? ഈ റെസ്പോൺസ് നമ്മുടെ ഇഷ്ടത്തിന് ആ ഒരു സ്പീച്ചിൻ്റെ ടോണും അതോടൊപ്പം റിവേർബും ബാക്കി കുറേ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് iPhone 17 17 Pro ആൻഡ് iPhone Airൽ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇംപ്രൂവ്ഡ് ആയ ഡിറ്റക്ഷനും നമുക്ക് ഈ പറയുന്ന iPhone 17 സീരീസ് ഓർ ലോവറിൽ ലഭിക്കുന്നില്ല. ഓൺലി ഫോർ 17 Pro ആൻഡ് എയർ സീരീസിൽ മാത്രമാണ് ഈ രണ്ട് കാര്യങ്ങൾ ലഭിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു പുതിയ സിറിനെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. പുതിയ ആ ഒരു കംപ്ലീറ്റ്ലി ന്യൂ ലുക്കിംഗ് സിറി ഇവിടെ വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേ കണ്ടോ, കുറച്ച് നേരം നമ്മുടെ സിറി വെയിറ്റ് ചെയ്ത് നിൽക്കും. രണ്ടാമത്തെ നമ്മൾ വിളിച്ച് ഉണർത്തുന്ന പോലെ ഹെയ് സിറിയോ അല്ലെങ്കിൽ സിറിയോ വിളിച്ചുകൊണ്ട് നമുക്ക് സിറിനെ വെയിറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ iOS 26 ഡബിൾ ടാപ്പ് ആയിരുന്നു നമുക്കുണ്ടായത് വെയിറ്റ് ചെയ്യാൻ. ഇനി മുതൽ ആ ഒരു ഓപ്ഷൻ ആപ്പിൾ മാറ്റിയിട്ട് ഡൈനാമിക്കലിൻ്റെ പൊക്കത്ത് നിന്ന് ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ പുതിയ സിറിനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു വെയിക്കിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ഡിവൈസിലും നമുക്ക് ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെറ്റിങ്സ് എടുത്തു, സെറ്റിങ്സിൽ നിന്നും എനിക്ക് സിറിനെ വെയിറ്റ് ചെയ്യാം. അതല്ല, ഞാനിപ്പോൾ ആപ്പിൾ മ്യൂസിക് എടുത്തു, ആപ്പിൾ മ്യൂസിക്കിലും എനിക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്താൽ സിറിനെ ആക്സസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പുതിയ സിറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം പുതിയ ബ്രാൻഡ് ന്യൂ സിറിയിൽ ബ്രോഡ് വേൾഡ് നോളജ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലുള്ള എന്ത് കാര്യത്തിനെ പറ്റിയും പുതിയ സിറിനോട് ചോദിക്കാം. അതോടൊപ്പം ഡിവൈസിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഫോട്ടോസ് കണ്ടു, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുത്തായിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും ലൊക്കേഷൻ എടുത്തിട്ട് ആ ലൊക്കേഷൻ്റെ പേര് നമുക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും ഇനി മുതൽ സിറി എടുത്ത് ചോദിക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് എടുത്തു. ഇവിടെ നമുക്ക് ചോദിക്കാണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ആസ്ക് സിറി എന്നുണ്ട്, നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇമേജ് സെർച്ച് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ, പിൻട്രസ്റ്റ്, ആമസോൺ ഉണ്ട്. ഗൂഗിൾ അൺഫോർച്യുനേറ്റ്ലി വർക്ക് ചെയ്യുന്നില്ല. നമുക്കറിയാവുന്ന പോലെ മേ ബി ബേറ്റയുടെ എന്തെങ്കിലും ബഗ് ആയിരിക്കും. ജസ്റ്റ് സിറിനെ വെയിറ്റ് ചെയ്ത് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും ചോദിക്കാം. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. വിച്ച് പ്ലേസ് ഈസ് ദിസ്? ഒരു ബ്യൂട്ടിഫുൾ ഗ്ലാസ് ആനിമേഷൻ വന്നു, ലോഡിങ് വന്നു, ലുക്കിംഗ് ഇൻ ടു ഇറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, റിവ്യൂയിങ് റിസൾട്ട് എന്നുണ്ട്. This is the dome of the United States Capitol in Washington, D.C. It is topped by the bronze Statue of Freedom, which was placed there in 1863. This answer is from AOC.gov and Wikipedia. Give me more details. ഞാനിപ്പോൾ ഗിവ് മീ മോർ ഡീറ്റെയിൽസ് എന്നുണ്ട്. ആപ്പിളിൻ്റെ ചെറിയൊരു വേവിംഗ് ഫോമാറ്റ് കാണിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കീ ഫാക്ട്സും ബാക്കി ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഹിസ്റ്ററിയും ഇവിടെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്ക് പിന്നീട് നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഇതേപോലെ സ്വൈപ്പ് അപ്പ് ചെയ്ത് കളഞ്ഞു. സ്വൈപ്പ് അപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഒരു കാര്യം മിസ് ചെയ്തല്ലോ എന്ന്. പക്ഷെ പേടിക്കണ്ട, ഒരു ബ്രാൻഡ് ന്യൂ ആപ്ലിക്കേഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പുതിയ സിറി ആപ്പ് എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ,
നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത ബാക്കി ഹിസ്റ്ററീസ് എല്ലാം ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മുതൽ ഒരു കാര്യവും വിട്ടുപോകില്ല, ഹിസ്റ്ററീസ് എല്ലാം ഇവിടെ ഉണ്ടാവും. ആപ്പിൾ എപ്പോഴും പ്രൈവസിക്ക് അത്യാവശ്യം നല്ല കൺസേൺ തരുന്നുണ്ട്. ഈ പറഞ്ഞ ചാറ്റ് ഹിസ്റ്ററി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യാനും അതോടൊപ്പം നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ സിറി ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, കീപ് കോൺവെർസേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. 30 days 1 year forever. നിങ്ങൾക്ക് ഫോർ അതായത് നിങ്ങളുടെ ഈ പറഞ്ഞ ഡിവൈസിലും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കീപ്പ് ചെയ്യണമെങ്കിൽ ഫോർ വെക്കാം, അല്ലെങ്കിൽ 1 year 30 days അക്കോർഡിംഗ് യുവർ പ്രിഫറൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ചാറ്റ് ഹിസ്റ്ററീസും ബാക്കി കാര്യങ്ങളും വെക്കാൻ പറ്റും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഈ പറഞ്ഞ ആപ്പിളിൻ്റെ പുതിയ സിറിക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, ഈ പറഞ്ഞ ഇൻഡെക്സിങ് കറക്റ്റായിട്ട് തീർന്നാലാണ് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ഇമെയിൽസ്, മെസ്സേജസ്, ഫോട്ടോസ് ആൻഡ് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാം ഓരോ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് നിങ്ങളുടെ ഫോണിലും നിങ്ങൾക്ക് മാത്രമാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ ദോ ആപ്പിളിന് പോലും ആ ഓരോ ഡാറ്റാസും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ക്വിക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. വെൻ ഈസ് മൈ ലാസ്റ്റ് എയർ ഇന്ത്യ ഫ്ലൈറ്റ്? ലോഡിംഗ് ആണ്. എൻ്റെ ഇമെയിൽ അതോടൊപ്പം എൻ്റെ വാലറ്റ് പല കാര്യങ്ങളും ഇപ്പോൾ ആക്സസ് ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞ പല കാര്യങ്ങളും ആക്സസ് ചെയ്തിട്ട് റിസൾട്ട് വന്നു. ഇതാണ് എൻ്റെ ലാസ്റ്റ് വന്നിരിക്കുന്നത്. Your last Air India flight was AI 681 from Mumbai to Kochi on February 26, 2026. It departed at 4:55 p.m. and arrived at 7:05 p.m. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ബാക്കി അറിയാം എനിക്ക് വന്നിട്ടുണ്ട്. ആ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കി എന്നാണ് പുറപ്പെട്ടത്, അതോടൊപ്പം ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും വരുന്നതാണെങ്കിൽ ആ ഓരോ വ്യക്തിനും ഫ്ലൈറ്റ് ടിക്കറ്റും ബാക്കി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഡിവൈസിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അല്ല ഓരോ വട്ടം ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് ആ ഒരു സെർച്ച് ചെയ്ത മെസ്സേജ് നോക്കി നിങ്ങൾക്ക് അത്രമാത്രം ബുദ്ധിമുട്ടൊന്നുമില്ല. പുതിയ സിറിക്ക് അത്രമാത്രം കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ആപ്പിളിൻ്റെ മാത്രം ആപ്ലിക്കേഷൻസിലാണ് ഈ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ ഓതറൈസേഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ അവിടുത്തെ ഡെവലപ്പേഴ്സ് ഈ ഒരു ആക്സസ് കൊടുത്താൽ മാത്രമാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനും കൂടെ ആപ്പിളിൻ്റെ പുതിയ സിറിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പുതിയ സിറിയുടെ ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷനിലും വരുന്നുണ്ട്. നേരെ ക്യാമറ ആപ്ലിക്കേഷൻ എടുക്കാം. ഫോട്ടോൻ്റെ ഇപ്പോൾ തന്നെ സിറി എന്നുള്ള പുതിയ മോഡാണ് വന്നിരിക്കുന്നത്. അതായത് വിഷ്വൽ ഇൻ്റലിജൻസ്. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് ഈ ക്യാമറ ബട്ടൺ അല്ലെങ്കിൽ ക്യാപ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ സിറി വരുമായിരുന്നു, അല്ലെങ്കിൽ വിഷ്വൽ ഇൻ്റലിജൻസ് വരുന്നു. അത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ക്യാമറ ആക്സസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു പ്ലാന്റ് എടുത്ത് വെച്ചു. പ്ലാന്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ചെറിയ രീതിക്ക് സ്കാനിങ് ഓപ്ഷൻ വരുന്നുണ്ട്. സ്കാൻ ചെയ്തു, ഇവിടെ വർക്കിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഈ ഒരു കാര്യം പ്ലാന്റ്സിൽ മാത്രമല്ല, ഫുഡ് ന്യൂട്രിയൻസ്, അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഫുഡിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്ന നിങ്ങളുടെ ആ ഒബ്ജക്റ്റ് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ്, ആ ഫുഡിൻ്റെ പ്രോട്ടീൻ, കാൽഷ്യം, ബാക്കി എല്ലാ ന്യൂട്രിയൻസും നിങ്ങൾക്ക് തരും, അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ. ഇന്നലെ ഞാൻ അതിൻ്റെ ചെറിയൊരു നമ്മുടെ മലയാളികളുടെ ട്രഡീഷണൽ ഉപ്പുമാവ് വരെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കി. ബാക്കി കറക്റ്റ് ഡീറ്റെയിൽസും ആ എല്ലാ ഫങ്ഷണാലിറ്റീസും കാണിക്കുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ട് CC പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ്. സോ അത് കറക്റ്റായിട്ട് ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഈ ഓപ്ഷൻ കൊണ്ട് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പുതിയ സിറിയിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആക്ഷൻ സിംഗിൾ കമാൻഡിൽ കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ക്രിയേറ്റ് എ ഇവന്റ് ഓൺ കമ്മിങ് ഫ്രൈഡേ ആൻഡ് പ്ലേ മ്യൂസിക് ഓൺ എവിക്ക ഫോക്കസ് എസെൻഷ്യൽസ്. ചെറിയ ഒരു ലോഡിംഗ് ഉണ്ട്. What is the title of the event you would like to create on Friday, June 19th? Friends get together. ലോഡിംഗ് കാണിക്കുന്നുണ്ട്. പിന്നെ In Essentials now playing. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ഇവൻറ്റും ക്രിയേറ്റ് ചെയ്തു, പാട്ടും പ്ലേ ചെയ്തു. ആ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ആയത് നോക്കാം. ഫ്രൈഡേ ആണ് ഞാൻ ആ ഇവൻറ്റ് പറഞ്ഞിരിക്കുന്നത്. നോക്ക് ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പാട്ടും പ്ലേ ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആക്ഷൻസ് ഈ ഒറ്റ കമാൻഡിലൂടെ അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ പറയാൻ പറ്റും. സോ വിച്ച് മീൻസ് ഓരോ വട്ടവും ഇനി സിറി ഇംപ്രൂവ് ആവുക തന്നെ ചെയ്യും. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ് ആപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പുതിയ സിറി AI എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ. ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു, മനസ്സിലാക്കി.
എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം തൊട്ട് അത് കമന്റ് ചെയ്യുക. ഇതുപോലെ കിട്ടലിൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ടാവും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Evin Xavier signing from Evica.